വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. തൃശൂരിൽ യുവാവിന്റെ മരണം മങ്കി പോക്സ് മൂലമെന്ന് സംശയം. ചാവക്കാട് കുരിഞ്ഞൂർ സ്വദേശിയായ 22-കാരനാണ് ഇന്ന് രാവിലെ മരിച്ചത്. 3 ദിവസം മുമ്പാണ് വിദേശത്ത് നിന്ന് ഇയാൾ എത്തിയത്. ഇയാളെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു. 21-ാം തീയതിയാണ് ഇയാൾ UAE-യിൽ നിന്ന് നാട്ടിൽ എത്തിയത്. സ്രവം പരിശോധനയ്ക്കായി ആലപ്പുഴ വൈറോളജി ലാബിലേക്ക് അയച്ചിരിക്കുകയാണ്. വിവാദങ്ങൾക്കൊടുവിൽ എറണാകുളം അങ്കമാലി അതിരൂപത മെത്രാപ്പൊലീത്തൻ വികാരി സ്ഥാനത്ത് നിന്നും ബിഷപ്പ് ആന്റണി കരിയലിനെ വത്തിക്കാൻ നീക്കി. വിവിധ വിഷയങ്ങളിൽ വിമത വൈദിക നീക്കത്തെയും പിന്തുണയ്ക്കുകയും മാർപ്പാപ്പയുടെ തീരുമാനങ്ങൾ പോലും നടപ്പാക്കാതിരുന്ന ബിഷപ്പ് ആന്റണി കരിയലിന്റെ രാജിക്കത്ത് വത്തിക്കാൻ നേരിട്ട് എഴുതി വാങ്ങുകയായിരുന്നു. തീരുമാനം വിശ്വാസികളോടുള്ള വെല്ലുവിളിയാണെന്നും ജനാഭിമുഖ കുർബാന നിലനിർത്താൻ ഏതറ്റം വരെയും പോകുമെന്നും വിമതരായ അൽമായ മുന്നേറ്റം വ്യക്തമാക്കി. ഇന്ന് ഉച്ചയോടെയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് അപ്പോസ്റ്റലിക് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തിയുള്ള വത്തിക്കാൻ പ്രഖ്യാപനമുണ്ടായത്. തൃശൂർ അതിരൂപത മെത്രാപ്പോലിത്തൻ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിനാണ് അധിക ചുമതല നൽകുക. അതിരൂപതയുടെ ദൈനംദിന കാര്യങ്ങൾ സിനഡുമായും മേജർ ആർച്ച് ബിഷപ്പുമായും ആലോചിച്ച് ചെയ്യണം. തീരുമാനങ്ങളെല്ലാം മാർപ്പാപ്പയുടെ നേരിട്ടുള്ള അനുവാദത്തോടെയുമായിരിക്കണം. ഭൂമി വിൽപ്പന വിവാദത്തിലും കുർബാന ഏകീകരണത്തിലുമടക്കം സിനഡ് തീരുമാനങ്ങളെ തള്ളിയുള്ള വൈദിക നീക്കത്തെ പിന്തുണച്ചതിനാണ് ബിഷപ്പ് ആന്റണി കരിയലിനെതിരായ വത്തിക്കാന്റെ നടപടി. വത്തിക്കാൻ സ്ഥാനപതി ദില്ലിയിലേക്ക് വിളിപ്പിച്ച് രാജി ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ബിഷപ്പ് ആന്റണി കരിയൽ ആദ്യം ഇത് നൽകാൻ വിസമ്മതിച്ചിരുന്നു. തുടർന്നാണ് വത്തിക്കാൻ സ്ഥാനപതിയും നൂൺഷോയുമായ ലെയോപോൾദോ ജെറേലി നേരിട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ബിഷപ്പ് ഹൌസിലെത്തി ആന്റണി കരിയലിൽ നിന്നും രാജി നേരിട്ട് എഴുതുവാങ്ങിയത്. ന്യൂസ് 18 കൊച്ചി. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്യണമെന്ന് പ്രതിപക്ഷ നേതാവ്. ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീമിലെ അപാകതകൾ തിരുത്തി ഓർഡിനൻസ് കൊണ്ടുവരണമെന്നും VD സതീശൻ ആവശ്യപ്പെട്ടു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവ് കത്തയച്ചു. സെക്രട്ടറിയും ഭരണസമിതിയും പറഞ്ഞതനുസരിച്ചാണ് പ്രവർത്തിച്ചത് എന്ന് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിലെ 3-ാം പ്രതി ജിൽസന്റെ വെളിപ്പെടുത്തൽ. സൂപ്പർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നോക്കിയിരുന്നത് എന്നും തന്നെ കേസിൽ പെടുത്തുകയായിരുന്നുവെന്നും ജിൽസ് പറഞ്ഞു. ഫിലോമിനയുടെ ചികിത്സയ്ക്ക് പണം നൽകണമായിരുന്നുവെന്ന് മന്ത്രി VN വാസവൻ പ്രതികരിച്ചു. കരുവന്നൂർ ബാങ്കിലെ മുൻ സീനിയർ ഓഫീസറായിരുന്ന CK ജിൽസിന്റേതാണ് നിർണായക വെളിപ്പെടുത്തൽ. കേസിലെ 3-ാം പ്രതിയായ ജിൽസ് പറയുന്നത് ഇങ്ങനെ: സെക്രട്ടറി പറഞ്ഞതനുസരിച്ചാണ് എല്ലാം ചെയ്തത്. കേസിൽപ്പെട്ടത് എങ്ങനെയെന്ന് അറിയില്ല. സൂപ്പർ മാർക്കറ്റിന്റെ ചുമതലയാണ് തനിക്കുണ്ടായിരുന്നതെന്നും ജിൽസ്. എനിക്ക് ബാങ്കിലെ ചാർജ് ഉണ്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ ഞാൻ ബാങ്കിന്റെ സ്റ്റാഫാണെങ്കിലും ബാങ്കിലെ ചാർജ് ഉണ്ടായിരുന്നില്ല. സൂപ്പർ മാർക്കറ്റിന്റെ ആയിരുന്നു ചാർജ്. അവിടെ സൂപ്പർ മാർക്കറ്റ് തുടക്കം മുതൽ, അല്ലെങ്കിൽ എൻ്റെ ജോലി തുടക്കം മുതൽ തന്നെ എനിക്ക് നീതി മെഡിക്കൽ സ്റ്റോറിൻ്റെയും തുടർന്ന് സൂപ്പർ മാർക്കറ്റിൻ്റെയും ചാർജ് ആയിരുന്നു. അതുകൊണ്ട് ബാങ്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എനിക്ക് അവിടുത്തെ കണക്കോ കാര്യങ്ങളൊന്നും തന്നെ അറിയില്ല, ബന്ധപ്പെടാറുമില്ല. ബാങ്ക് സെക്രട്ടറിയുടെ ഭരണസമിതിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ ഡ്യൂട്ടി. അപ്പോൾ അത് ചെയ്തു പോരുന്നതിനിടയിൽ വേറെ മറ്റു കാര്യങ്ങളിൽ ഞാൻ ഇടപെടാറില്ല. ഫിലോമിനയുടെ കുടുംബത്തെ മന്ത്രി R. ബിന്ദു ആക്ഷേപിച്ചെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് പ്രതിഷേധം ശക്തമാക്കുകയാണ്. മന്ത്രിയുടെ ഇരിങ്ങാലക്കുട ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. നിക്ഷേപകർക്ക് ₹1 പോലും നഷ്ടമാകില്ലെന്നാണ് സഹകരണ മന്ത്രി VN വാസവൻ ആവർത്തിച്ച് ഉറപ്പു നൽകുന്നത്. കൊടുക്കുമെന്നുള്ളതിന്റെ ഒരു സൂചന എന്താ? 38.75 കോടി രൂപ ഇതിനോടകം കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. കൊടുക്കുകയല്ലെങ്കിൽ അത്രയും കൊടുക്കുമോ? അപ്പോൾ തുടർന്നുള്ളത് ബാക്കി കൊടുക്കാൻ വേണ്ടി ആ ചികിത്സയുടെ പ്രശ്നം പറയുന്നവർ തന്നെ 4.60 ലക്ഷം രൂപ നേരത്തെ കൊടുത്തിരുന്നു. 28-ാം തീയതി വരെ ഒന്ന് ചോദിച്ചപ്പോൾ കൊടുക്കാൻ കഴിഞ്ഞിരുന്നു, കൊടുക്കേണ്ടതായിരുന്നു. അപ്പോൾ ഇനി അങ്ങനെയുള്ള കാര്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിക്കാൻ ബന്ധപ്പെട്ട ആളുകൾക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട്. ആ കാര്യത്തിൽ കൃത്യമായി വിശ്വാസം നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകും. എന്നാൽ കരുവന്നൂർ ബാങ്കിൽ നിന്ന് നിക്ഷേപകന് പിൻവലിക്കാൻ കഴിയുന്ന തുകയ്ക്കുള്ള നിബന്ധനകൾ കർശനമായി തുടരുകയാണ്. ലക്ഷങ്ങൾ നിക്ഷേപമുള്ളവർക്ക് പോലും 10,000 രൂപ മാത്രമാണ് കരുവന്നൂർ ബാങ്കിൽ നിന്ന് പിൻവലിക്കാനാവുന്നത്. ന്യൂസ് 18 തൃശൂർ. കരുവന്നൂർ ബാങ്കിൽ ഉണ്ടായത് തെറ്റായ നടപടികൾ ആണെന്ന് LDF കൺവീനർ EP ജയരാജൻ. ബാങ്കുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ മന്ത്രിയും ഉദ്യോഗസ്ഥരും ചേർന്ന് പരിഹരിക്കുമെന്നും EP ജയരാജൻ പറഞ്ഞു. പ്രയാസമുള്ള കാര്യമാണ്.
ആ പ്രശ്നം പരിഹരിക്കാൻ വകുപ്പ് മന്ത്രിയും ബന്ധപ്പെട്ടവരെല്ലാം നല്ലതുപോലെ ഇടപെട്ടിട്ടുണ്ട്. വളരെ തെറ്റായിട്ടുള്ളൊരു നിലപാടാണ് അവിടെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ആ ബോർഡ് പിരിച്ചുവിട്ടു. അവിടെ അഡ്മിനിസ്ട്രേറ്റർ വെച്ചിട്ടുണ്ട്. അത് കാലതാമസം കൂടാതെ ആ പ്രശ്നം പരിഹരിക്കാനുള്ള നടപടി സ്വീകരിക്കും. CPIM നേതാക്കളുടെ ആശീർവാദത്തോടെയാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. തട്ടിപ്പിന് പിന്നിൽ AC മൊയ്തീൻ ഉൾപ്പെടെ ഉള്ളവർ ഉണ്ടെന്നാണ് നിക്ഷേപകർ പറയുന്നത്. എങ്ങനെയാണ് കേരള ബാങ്കിൽ നിന്ന് തകർന്ന സഹകരണ ബാങ്കുകൾക്ക് പണം കടം കൊടുക്കുന്നത് എന്നും കേരളത്തിലെ സഹകരണ മേഖലയുടെ അന്തകനാണ് പിണറായി സർക്കാർ എന്നും സുരേന്ദ്രൻ ആരോപിച്ചു. ഉത്തരവാദി CPMന്റെ ഉന്നതന്മാരായിട്ടുള്ള നേതാക്കന്മാർ തന്നെയാണ്. കരുവന്നൂർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിലെ അഴിമതിക്ക് കാരണം AC മൊയ്തീൻ അടക്കമുള്ള മുതിർന്ന CPM നേതാക്കളാണ് എന്ന് തട്ടിപ്പിന് ഇരയായവരും തട്ടിപ്പിൽ കേസ് ചേർക്കപ്പെട്ടവരുടെ ബന്ധുക്കളും പറയുകയാണ്. കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് മാത്രമല്ല, സംസ്ഥാനത്തെ നിരവധി സർവീസ് സഹകരണ ബാങ്കുകളിൽ നടന്നിട്ടുള്ള വ്യാപകമായ കൊള്ളയ്ക്ക് ഉന്നതരായിട്ടുള്ള CPM നേതാക്കളുടെ ആശീർവാദത്തോടുകൂടിയാണ് ആ കൊള്ള നടന്നത്. അവരാണ് അതിന്റെ ഗുണഭോക്താക്കൾ. സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കുക എന്നത് സംഘപരിവാർ അജണ്ടയെന്ന് CPIM. അവർക്ക് കുഴലൂത്ത് നടത്തുന്ന പ്രവർത്തനമാണ് ചില മാധ്യമങ്ങൾ നടത്തുന്നത്. നിക്ഷേപകർക്ക് ഒറ്റ പൈസ പോലും നഷ്ടമാകില്ലെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ട്. ഉയർന്നുവരുന്ന പ്രശ്നങ്ങളിൽ ശരിയായ പരിശോധന സംസ്ഥാന സർക്കാർ നടത്തിയ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയാണെന്നും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. കഴക്കൂട്ടം ആറ്റിപ്രയിൽ UDF സംഘടിപ്പിച്ച പരിപാടിക്കിടെ മുസ്ലിം ലീഗ് കൊടി എടുത്തെറിഞ്ഞു കോൺഗ്രസ് നേതാവ്. കോൺഗ്രസ് കഴക്കൂട്ടം ബ്ലോക്ക് പ്രസിഡന്റ് ആണ്ടൂർ കോണം സനൽകുമാർ ലീഗ് കൊടി പാകിസ്ഥാനിൽ കൊണ്ടുപോയി കെട്ടാൻ പറഞ്ഞതായി ലീഗ് ജില്ലാ കമ്മിറ്റി അംഗം വെമ്പായൻ നസീർ ആരോപിച്ചു. കോൺഗ്രസ് നേതൃത്വത്തിന് വെമ്പായൻ നസീർ പരാതി നൽകി. UDFന്റെ പരിപാടിയാണ്, അത് പങ്കെടുക്കണമെന്ന് പറയാം. ഞാനും എന്റെ യൂത്ത് ലീഗിന്റെ പ്രവർത്തകരുടെ 2 കൊടി കൊണ്ടുപോയി. അത് ഒരെണ്ണ ബൈക്കിൽ വെച്ചിരുന്നു. ഒരേ ഒരു കൊടി വെച്ച് കെട്ടാനായിട്ട് പോയപ്പോൾ ഇവിടെ കൊടി കെട്ടരുത്, ഇത് നിങ്ങളെ കൊടി ഇവിടെ കെട്ടണ്ട എന്ന് പറഞ്ഞ അദ്ദേഹം ഇവിടുന്ന്. അപ്പൊ ഞാൻ പറയും UDFന്റെ പരിപാടിയല്ലേ ഇത്, നമ്മുടെ കക്ഷികളെല്ലാം മുസ്ലിം ലീഗ് ചേർന്നാണല്ലോ ഇത് UDF ആവുന്നത്. അത് അങ്ങനെയാണെങ്കിൽ മലപ്പുറത്ത് കൊണ്ട് കെട്ടും, ഇവിടെ കെട്ടാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു മുസ്ലിം ലീഗിന്റെ കൊടി UDFന്റെ പരിപാടി കെട്ടും, നമ്മൾ നേരത്തെ പങ്കെടുക്കുന്നതല്ലേ, ഞാൻ തൊട്ടടുത്ത് താമസിക്കുന്നതല്ലേ എന്ന് പറയും. അപ്പൊ അതങ്ങനെ നീ ബാധിത്തന്നെ അദ്ദേഹം എന്റെ കൊടി അങ്ങ് ഇരിക്കായിരുന്നു. പക്ഷെ അത്ര താഴെ വിടാനായിട്ട് പറയാൻ ഞാൻ പിടിച്ചു. അപ്പൊ അവിടെ കോൺഗ്രസ്സുകാർ പറഞ്ഞു ആ കൊടിന്റെ കെട്ടിക്ക അദ്ദേഹത്തിന് പോകാൻ പറഞ്ഞു. അവിടെയുള്ള 5-6 കോൺഗ്രസ്സുകാർ ഈ ഗോപാലകൃഷ്ണനെ പിടിക്കാൻ മാറ്റി പറഞ്ഞു. സംഭവത്തിൽ മറുപടി പറയാൻ KPCC പ്രസിഡന്റ് K. സുധാകരൻ തയ്യാറായില്ല. പഠിച്ചിട്ട് പറയാമെന്നായിരുന്നു സുധാകരന്റെ പ്രതികരണം. ഞാൻ ആ വിഷയത്തിലേക്ക് പോയിട്ടില്ല, പഠിച്ചിട്ടില്ല, എന്ന് അന്വേഷിക്കാം, ഞാൻ അറിയില്ല. KSRTCയിൽ സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷം. ജൂൺ മാസത്തെ ശമ്പള വിതരണത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. മെക്കാനിക്കൽ, മിനിസ്റ്റീരിയൽ, സൂപ്പർവൈസറി ജീവനക്കാർക്ക് ഇതുവരെ ശമ്പളം ലഭിച്ചിട്ടില്ല. ജൂലൈ മാസത്തെ ശമ്പള വിതരണത്തിന് വീണ്ടും സർക്കാരിനോട് 65 കോടി രൂപ ആവശ്യപ്പെട്ടു. ജൂൺ മാസത്തെ ശമ്പള വിതരണത്തിനായി ഇനി വേണ്ടത് 26 കോടി രൂപ. നീക്കിയിരിപ്പായി KSRTCയുടെ കയ്യിൽ ഒന്നുമില്ല. ഡ്രൈവർക്കും കണ്ടക്ടർക്കും ശമ്പളം കൊടുത്തത് ചൊവ്വാഴ്ചയാണ്. നേരത്തെ 30 കോടി നൽകിയതിനാൽ കൂടുതൽ തുക അനുവദിക്കില്ലെന്ന നിലപാടിലാണ് സർക്കാർ. ജൂലൈ മാസത്തെ ശമ്പളം ആഗസ്റ്റ് 5-ന് മുൻപ് നൽകണമെന്നാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. ഇത് നടപ്പാക്കുന്നതിലും ആശങ്കയാണ്. ഗുരുതര പ്രതിസന്ധി കണക്കിലെടുത്ത് അഭ്യർത്ഥിച്ച 65 കോടി രൂപയും അനുവദിക്കണമെന്നാണ് ധനവകുപ്പിനോട് ഇപ്പോൾ KSRTC ആവശ്യപ്പെട്ടത്. ന്യൂസ് 18 തിരുവനന്തപുരം. അട്ടപ്പാടി മധു കൊലക്കേസിൽ മധുവിന്റെ അമ്മയെ ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിൽ കേസെടുക്കാൻ ഉത്തരവ്. മധുവിന്റെ അമ്മ മല്ലി നൽകിയ പരാതിയിലാണ് കേസെടുക്കാൻ മണ്ണാർക്കാട് SC/ST പ്രത്യേക കോടതി ഉത്തരവിട്ടത്. അതേസമയം കേസിൽ ഒരാൾ കൂടി കൂറുമാറി. 19ാം സാക്ഷി കക്കിമൂപ്പനാണ് കൂറുമാറിയത്. അട്ടപ്പാടി മുക്കാലി സ്വദേശി അബ്ബാസിനെതിരെ കേസെടുത്ത് അന്വേഷണം നടത്താനാണ് മണ്ണാർക്കാട് SC/ST പ്രത്യേക കോടതി ഉത്തരവിട്ടത്. കേസിൽ നിന്നും പിന്മാറണമെന്നും ഇല്ലെങ്കിൽ കൊന്നുകളയുമെന്നും അബ്ബാസ് ഭീഷണിപ്പെടുത്തിയതായി മധുവിന്റെ അമ്മ മല്ലി കോടതിയിൽ നൽകിയ പരാതിയിൽ പറയുന്നു. പരാതി പരിഗണിച്ചാണ് അബ്ബാസിനെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവിട്ടത്. അതേസമയം കേസിൽ ഒരു സാക്ഷി കൂടി കൂറുമാറി. 19ാം സാക്ഷി കക്കുപ്പടി സ്വദേശി കക്കിമൂപ്പനാണ് കൂറുമാറിയത്. മധുവിനെ മർദ്ദിക്കുന്നത് കണ്ടെന്നായിരുന്നു കക്കിമൂപ്പൻ അന്വേഷണ സംഘത്തിന് ആദ്യം മൊഴി നൽകിയിരുന്നത്. എന്നാൽ പോലീസിന്റെ നിർബന്ധപ്രകാരമാണ് മൊഴി നൽകിയതെന്നാണ് കക്കിമൂപ്പൻ കോടതിയെ അറിയിച്ചത്. ഇതോടെ 9 പേരാണ് കേസിൽ നിന്ന് കൂറുമാറിയത്. പുതിയ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിച്ചിട്ടും മധു കേസിൽ കൂറുമാറ്റം തുടരുന്നത് ആശങ്കയുണ്ടാക്കുന്നുണ്ട്.
ന്യൂസ് 18 പാലക്കാട്. കാസർഗോഡ് ചെറുവത്തൂരിൽ യുവതിയെ ഭർത്താവ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി. ചെറുവത്തൂർ ടൗണിലെ മെഡിക്കൽ ഷോപ്പ് ജീവനക്കാരി ബിനീഷയ്ക്കാണ് പൊള്ളലേറ്റത്. യുവതിയുടെ നില ഗുരുതരമാണ്. ആലപ്പുഴ കളക്ടറായി ശ്രീറാം വെങ്കിട്ടരാമനെ നിയമിച്ചതിന് എതിരെ കേരള മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധം. LDFുമായി അടുപ്പം പുലർത്തുന്ന കാന്തപുരം വിഭാഗം ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് സർക്കാരിനെതിരെ പരസ്യ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. ആലപ്പുഴ കളക്ടറായി ശ്രീറാം വെങ്കിട്ടരാമനെ നിയമിച്ചതിനെതിരെ കേരള മുസ്ലിം ജമാഅത്ത് പ്രതിഷേധം കടുപ്പിക്കുകയാണ്. സർക്കാർ തീരുമാനത്തിനെതിരെ സെക്രട്ടേറിയറ്റിലേക്കും കളക്ടറേറ്റുകളിലേക്കും മാർച്ച് നടത്തിയായിരുന്നു പ്രതിഷേധം. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ 1000-ലേറെ പ്രവർത്തകർ ഭാഗമായി. SYS, SSF അടക്കമുള്ള യുവജന സംഘടനകളും മാർച്ചിനെത്തി. ഞങ്ങളുടെ സ്വന്തം KMBA വണ്ടി ഇടിച്ച് കൊന്നവന് കളക്ടർ പദവി വെച്ച് വിളംബം. രാഷ്ട്രീയം ഞങ്ങൾ സ്വീകരിക്കില്ല. മലപ്പുറം കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ KM ബഷീറിന്റെ സഹോദരൻ അബ്ദുറഹ്മാനും പ്രതിഷേധത്തിന്റെ ഭാഗമായി. അപകടത്തിൽ നഷ്ടമായ ബഷീറിന്റെ മൊബൈൽ ഫോൺ പോലും ഇതുവരെയും കണ്ടെടുക്കാൻ കഴിയാത്തതിൽ ദുരൂഹത ഉണ്ടെന്നും സർക്കാർ തീരുമാനം പിൻവലിക്കും വരെ ശക്തമായ പ്രതിഷേധങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും അബ്ദുറഹ്മാൻ. കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിലും നിരവധി പേർ പങ്കെടുത്തു. 1989-ലെ സുന്നി പിളർപ്പിന് ശേഷം കാന്തപുരം വിഭാഗം രൂപീകൃതമായപ്പോൾ ഇടതുമുന്നണിക്കൊപ്പമാണ് നിലകൊണ്ടത്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടതുമുന്നണിക്ക് വേണ്ടി പരസ്യമായി നിലപാടെടുക്കുന്നവരാണ് AP സുന്നികൾ. എന്നാൽ APയുടെ മുഖപത്രമായ സിറാജിലെ മാധ്യമപ്രവർത്തകൻ KM ബഷീറിനെ കാറിടിച്ചു കൊന്ന സംഭവത്തിൽ മുഖ്യപ്രതി ശ്രീറാം വെങ്കിട്ടരാമനെ ആലപ്പുഴ ജില്ലാ കലക്ടറായി നിയമിച്ചതോടെയാണ് സർക്കാരിനെതിരെ സംഘടന തിരിഞ്ഞത്. ശ്രീറാമിന്റെ നിയമനത്തിൽ സർക്കാർ പുനഃപരിശോധന നടത്തിയില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് കാന്തപുരം വിഭാഗത്തിന്റെ തീരുമാനം. ആഗസ്റ്റ് 15-ന് SYS കോഴിക്കോട് സംഘടിപ്പിക്കുന്ന സ്വാതന്ത്ര്യദിന പരിപാടിയിൽ മുഖ്യാതിഥിയായി എത്തുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് 18 കോഴിക്കോട്. ആവിക്കൽ തോട് വിഷയം ചർച്ച ചെയ്യാൻ വിളിച്ച ജനസഭയിൽ സംഘർഷം. തോട്ടത്തിൽ രവീന്ദ്രൻ MLAക്കെതിരെയായിരുന്നു പ്രതിഷേധം. സമരസമിതിയുടെ ഭാഗം കേൾക്കാൻ MLA തയ്യാറാകുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. ആവിക്കൽ തോട് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിനെതിരായ പ്രതിഷേധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് ജനസഭ വിളിച്ചത്. എന്നാൽ കോഴിക്കോട് കോർപ്പറേഷൻ വിളിച്ചുയർത്ത 67-ാം ഡിവിഷനിലെ ജനസഭയ്ക്ക് മറ്റു വാർഡുകളിൽ നിന്നുള്ള CPM പ്രവർത്തകരെ എത്തിച്ചെന്ന് സമരസമിതി ആരോപിക്കുന്നു. തോട്ടത്തിൽ രവീന്ദ്രൻ MLA ജനസഭ ഉദ്ഘാടനം ചെയ്ത ശേഷം പ്ലാന്റുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ സമരസമിതി പ്രവർത്തകർ ഉന്നയിച്ചു. എന്നാൽ ചോദ്യം ചോദിച്ചവരെ യോഗത്തിൽ നിന്ന് ബലം പ്രയോഗിച്ച് പുറത്താക്കിയെന്ന് സമരസമിതി പ്രവർത്തകർ പറയുന്നു. 67-ാം വാർഡിന്റെ ജനസഭ വിളിച്ചിട്ട് പുറത്തുള്ള ആളുകൾക്ക് വന്ന് കയറാന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക എന്താണ് അതിന്റെ രീതി എന്നുള്ളത്. എന്തിരുന്നാലും ശരി, ഞങ്ങൾ ചോദ്യം ചോദിക്കാം. ഞങ്ങൾ ഓരോ പ്രവർത്തകരുടെ കയ്യിലും ഇതുപോലുള്ള കടലാസുകൾ കൊടുത്തിട്ടുണ്ട്. ഓരോ ചോദ്യങ്ങൾ, ഈ 2 ചോദ്യം ഓരോരുത്തർക്കും 40 ചോദ്യങ്ങളുണ്ട്. പക്ഷേ 1-2 ചോദ്യം ചോദിക്കുമ്പോൾ ബഹളമായി നിങ്ങളെ ചോദ്യങ്ങൾ അവിടെ ഇരിക്കട്ടെ, ഞങ്ങൾ പറയുന്നത് കേൾക്കാന്ന് പറഞ്ഞിട്ട് ബഹളമായി. പോലീസ് പറഞ്ഞു നിങ്ങളെല്ലാം പുറത്തു പോകണം, നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവസരം തരും, ബഹളം ഇല്ലാണ്ടാക്കാൻ ഇവിടെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിൽക്കാം. ഞങ്ങൾ ചോദിച്ചു, ഞങ്ങൾക്ക് അവസരം തരാൻ പോലീസ് ഞങ്ങളെ കുറിച്ച് പുറത്താക്കി. ചോദ്യം ചോദിച്ചവരെ തടയാൻ തുടങ്ങിയതോടെ പുറത്തുണ്ടായിരുന്ന സമരക്കാർ യോഗം നടന്ന ഹാളിൽ MLAയെ തടഞ്ഞുവെച്ചു. തുടർന്ന് പോലീസ് എത്തി പ്രതിഷേധക്കാരെ മാറ്റുകയായിരുന്നു. ഹാളിന് പുറത്ത് സമരക്കാരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. സംഘർഷം രൂക്ഷമായപ്പോൾ പോലീസ് 2 തവണ ലാത്തി വീശി. ന്യൂസ് 18 കോഴിക്കോട്. IAS ഉദ്യോഗസ്ഥർക്ക് മാറ്റം. നവജോത് ഖോഡ ലേബർ കമ്മീഷണറാകും. PRD ഡയറക്ടർ ജാഫർ മാലിക്കിന് കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടറുടെ അധിക ചുമതല നൽകി. ഡോക്ടർ ചിത്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് ജോയിന്റ് സെക്രട്ടറിയാകും. കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ ചുമതലയും ചിത്രയ്ക്കാണ്. N ദേവിദാസിനെ മൈനിംഗ് ആൻഡ് ജിയോളജി ഡയറക്ടറായും നിയമിച്ചു.
ന്യൂസ് 18 കേരളം മാധ്യമപ്രവർത്തകൻ ആയിരുന്ന സനിൽ ഫിലിപ്പിന്റെ ഓർമ്മയ്ക്കായി സനിൽ ഫിലിപ്പ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ മാധ്യമ പുരസ്കാരം വിതരണം ചെയ്തു. കോട്ടയം പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഏഷ്യാനെറ്റ് ന്യൂസിലെ അഞ്ജുരാജിന് പുരസ്കാരം സമ്മാനിച്ചു. 25,000 രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ചടങ്ങിൽ മുഖ്യാതിഥിയായി. ദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ കയ്യേറ്റം ഉണ്ടാകുമ്പോൾ ഒക്കെ ഞങ്ങൾ